IPC ഫെലോഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവർക്കെല്ലാവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2011 ഇതുപോലെ നമുക്ക് ഒരുമിച്ച് IPC സഭകളുടെ ഐക്യ സമ്മേളനത്തിൽ ആയിരിക്കാൻ കർത്താവിടെ യാത്ര നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 10 വർഷത്തിലോളമായി നമുക്ക് ഈ പട്ടണത്തിൽ IPC സഭകളുടെ ഫെലോഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാൻ കർത്താവിടെയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ദൈവഭക്തന്മാർക്കായിട്ട് സ്തോത്രം. അതിൽ അവരെല്ലാം ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷവും നമുക്കിതുപോലെ ഇവിടെ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ പോൾസൺ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്ധ്യാസമയത്ത് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഒരു അല്പസമയം കർത്താവിനെ ആരാധിപ്പാൻ ഒരു എക്സോർട്ടേഷനായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് നമ്മൾ കടന്നു വന്നത്. കേവലം ഒരു കൂടിവരവ് കഴിഞ്ഞു നമ്മളിവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുകയല്ല. ദൈവസന്നിധിയിലായിരിക്കുന്നുള്ള സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് അല്പസമയം എടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ സങ്കീർത്തനം അതിൻ്റെ ഇൻട്രഡക്ഷനോ അതിനെക്കുറിച്ചുള്ള വലിയ മുഖവരിയൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നിയ ചില 1-2 ചിന്തകളാണ് ഓർക്കുന്നത്. ഒന്ന്, ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് മടങ്ങി വന്ന ഒരു ദൈവജനത്തിൻ്റെ സന്തോഷമാണ്. അവർ പറയുന്നത് സിയോൻ്റെ പ്രവാസികളെ മടക്കിക്കൊണ്ട് വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന സന്തോഷം മാത്രമല്ല, ദൈവസന്നിധിയിലുള്ളൊരു പ്രത്യാശ. അവരത് പറയുകയാണ്. ദൈവജനം സന്തോഷിക്കുന്നു, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുകയാണ്. എന്നാൽ കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്ന ആ ദിനത്തെ കുറച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല, ഒരു ഭാവി പ്രത്യാശ. അവരെ പോലെ തന്നെ പ്രവാസികളായിരിക്കുന്ന അനേകരെ ശത്രുവിൻ്റെ പിടിയിൽ പെട്ടിരിക്കുമ്പോൾ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ നോക്കി ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന നിലകളെക്കുറിച്ച് ഓർത്ത് ദൈവജനം സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എവിടെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്? പത്രം വായിക്കുന്നിടത്താണോ? TV ഓൺ ചെയ്യുന്നിടത്താണോ? എവിടെ നോക്കിയാലും കലാമിറ്റീസ്, പ്രശ്നം, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവമുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിൽ നിന്നുള്ള സന്തോഷം അനുഭവിപ്പാൻ നിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് ഒരു ദൈവഭക്തന് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ഇന്ന് സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നോർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യും. 2-3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഈ സങ്കീർത്തനത്തിൽ നിന്ന് കാണുന്ന ഒരു കാര്യം, സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. ഈ അടിമത്തത്തിൽ നിന്ന്, ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്നുവെന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷേ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കാം സാധാരണഗതിയിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എസ്രായുടെ നേതൃത്വത്തിൽ ബാബിലിൽ നിന്ന് കടന്നു വന്ന ആ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പാടി എന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ അവസാന വാക്യങ്ങളിൽ ഒരു ശേഷിപ്പ് അപ്പോഴും ബാബിലോണിലുണ്ട്. അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരണമേ, അവരെ കൂടെ മടക്കിക്കൊണ്ട് വരണമേ എന്നുള്ള ആ പ്രാർത്ഥനയും ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. 1-2 കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ മാത്രമല്ല, യുവജനത്തിൽ പഴയ നിയമം മുഴുവൻ വായിച്ചാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ബാബിലോണിയ അടിമത്തത്തിന് മുമ്പ്, ബാബിലോണിയ അടിമത്തത്തിൽ, ബാബിലോണിയ അടിമത്തത്തിന് ശേഷം, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചാൽ, ബാബിലോണിയ അടിമത്തത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിന് ശലോമോൻ്റെ കാലത്തുണ്ടായ വലിയ ദേവാലയം, മാത്രമല്ല യെശയ്യാവും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെയും ഒക്കെ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അഭിവൃദ്ധിയുടെയും സമൃദ്ധിയുടെയും ഒക്കെ കാലത്ത് ദൈവത്തെ ആരാധിപ്പാൻ അവർക്ക് സ്വാതന്ത്ര്യം ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോട് പ്രബോധിപ്പിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം വായിച്ചാൽ കാണാം. വളരെ
ധാരാളം യാഗങ്ങൾ, ഉത്സവങ്ങൾ, അമാവാസ്യ മാത്രമല്ല എല്ലാം അവിടെ നടക്കുകയാണ്. എന്നാൽ ദൈവം ഇതെല്ലാം കണ്ടിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ എനിക്ക് മതിയായി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ യാഗവും നിങ്ങളുടെ ക്രമീകരണങ്ങളും നിങ്ങളുടെ അമാവാസ്യയും നിങ്ങളുടെ ഉത്സവങ്ങളും ഒക്കെ കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ബാബിലോണിയ അടിമത്തത്തിലായിരിക്കുമ്പോൾ അടിമത്തത്തിൽ കൊണ്ടുപോയ ആളുകളോട് ബാബിലോണിൽ 137 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കിന്നരങ്ങളും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ഉപകരണങ്ങളുമൊക്കെ ഞങ്ങളിപ്പോൾ അലവൃക്ഷങ്ങളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. സിയോനെക്കുറിച്ച്, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് അന്യദേശത്തെ ഞങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന, നിലവിളിക്കുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ ഇവിടേക്കാണ് എൻ്റെ ഹൃദയം ഒരു 2 കാര്യം ഓർക്കുന്നത്. അതിൻ്റെ നടുവിൽ യെഹെസ്കേൽ പ്രവാചകനോട് ചോദിച്ചാൽ യെഹെസ്കേൽ പ്രവാചകന് പറയാൻ കഴിയും, ബാബിലോണിലെ നദിയുടെ തീരത്ത് ഞാൻ പ്രവാസികളുടെ നടുവിലിരിക്കുകയായിരുന്നു. പ്രവാസികളുടെ നടുവിലിരുന്നപ്പോൾ ഈ ശബ്ദകോലാഹലങ്ങളും ഈ കരച്ചിലും ഈ കണ്ണുനീരും ഇസ്രായേൽ ജനത്തിൻ്റെ ബദ്ധപ്പാടും അവരുടെ അടിമത്തവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ കാണുന്നതിൻ്റെ നടുവിൽ, പ്രവാസികളുടെ നടുവിൽ വെച്ച് ഞാൻ കണ്ടു, സ്വർഗം തുറക്കപ്പെട്ടു. ഒരു സ്വർഗത്തിൻ്റെ കീഴിൽ ഞാനായിരിക്കുന്നു. സ്വർഗീയ ദർശനങ്ങളെ ഞാൻ കാണുന്നു, സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ ഞാൻ കാണുന്നു, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നു. മാത്രം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രവാസികളുടെ നടുവിലാണെങ്കിലും യെരുശലേമിൽ വെച്ച് എനിക്ക് സാധിക്കാതിരിക്കുമ്പോൾ എന്നെ ദൈവം പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നത്, കണ്ണുനീരിലേക്ക് കൊണ്ടുവന്നത്, അനേകരെ പിന്മാറി കരഞ്ഞ് അലരിവൃക്ഷങ്ങളിന്മേൽ കിന്നരങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ഇന്ന് സന്ധ്യാസമയത്ത് നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിൻ്റെ നടുവിൽ കൂടി കടക്കേണ്ടി വന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കും സ്ഥലത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമോ ദുഃഖമോ കണ്ണുനീരോ ഭാരങ്ങളോ ഒക്കെയാണെങ്കിലും സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, തുറക്കപ്പെട്ട ഒരു സ്വർഗം നമ്മുടെ തലയ്ക്ക് മീതെയുണ്ട്. സമൃദ്ധിയുടെ നടുവിൽ ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കുന്നില്ലെങ്കിലും കഷ്ടതയുടെയും ഏകാന്തതയുടെയും നടുവിൽ ദൈവത്തിന് സ്തോത്രം. തുറക്കപ്പെട്ട ഒരു സ്വർഗത്തിൻ്റെ കീഴിൽ ഞാനും നിങ്ങളും നാം പാർക്കുന്ന ഭവനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യകളിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായാൽ അതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല. ദാനിയേലിനോട് നമുക്ക് ചോദിക്കാം, ദാനിയേലിനെ നിൻ്റെ അവസ്ഥ എന്താ? നീയും ബാബിലോണിൽ കടന്നു ചെന്നല്ലോ, നീൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ദാനിയേലിന് പറയാനുള്ളത്, എനിക്കറിയാം, there is a God in heaven. സ്വർഗത്തിലൊരു ദൈവമുണ്ട്. സ്വർഗത്തിലെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. ദാനിയേലും ചന്ദ്രക്കും മീശകളും അവയെ നിങ്ങളോട് ചോദിച്ച വിഷയങ്ങളുടെ നടുവിൽ വീട്ടിൽ ചെന്നു കൂട്ടുകാരുമൊത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം രാത്രി ദർശനങ്ങളിൽ വെളിപ്പാടുകളിലൂടെ അനേക കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുന്നെങ്കിൽ, പ്രിയ ദൈവജനമേ, എന്നെ നിങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപയിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ അണ്ണാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ സമൃദ്ധി, ഭൗമികമായ നന്മയല്ല, സാഹചര്യങ്ങളുടെ ക്രമീകരണങ്ങളല്ല, വ്യതിയാനങ്ങളല്ല, അതിനപ്പുറത്ത് സ്വർഗീയമായ കാഴ്ചപ്പാടുകളിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.